പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ആലപ്പുഴയിൽ നിന്ന് നേരെ കോതമംഗലത്തേക്ക് വിടാം. കോതമംഗലത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയാണ്. MA കോളേജിലെ വിദ്യാർത്ഥി മിച്ചി മാർപ്പുവിന് ആത്മഹത്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് കോളേജ് സെക്രട്ടറി ഡോക്ടർ വാന്നി വർഗീസിന്റെ വാഹനം തടയുകയാണ്. റാംഷാ CP ഉണ്ട് സ്ഥലത്ത്. റാംഷാ CP വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. അവരിൽ ഒരുവിനെയാണ് നഷ്ടപ്പെട്ടത്. ആ മൃതദേഹവുമായിട്ട് ആ കുടുംബം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്താണ് വിദ്യാർത്ഥികളുടെ ആവശ്യം? വിദ്യാർത്ഥികളുടെ പല ആവശ്യവും കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചു എന്നൊരു വാർത്ത നേരത്തെ വന്നിരുന്നു. റാംഷാ CP എന്താണ് കുട്ടികൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്? സെക്രട്ടറിയുടെ വാഹനം കോളേജ് കോമ്പൗണ്ടിലേക്ക് കടത്തിവിടാൻ അനുവദിക്കുന്നില്ലേ വിദ്യാർത്ഥികൾ? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വിദ്യാർത്ഥികൾ ഈ കോളേജ് സെക്രട്ടറിയുടെ ഡോക്ടർ വിന്നി വർഗീസ് എന്ന കോളേജ് അസോസിയേഷൻ സെക്രട്ടറിയുടെ വാഹനം ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണം, അങ്ങനെ അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നേരത്തെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഔദ്യോഗികമായി ഒരു സർക്കുലർ പുറത്തിറങ്ങി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. നേരത്തെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് ഇവർ പരാതികൾ ഉന്നയിച്ചിരുന്നു. അത് പരിഹരിച്ചു എന്നതാണ് ഈ സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലും തീരുമാനമായിട്ടില്ല എന്നതാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം. അനീതിയാണ് ഈ വിദ്യാർത്ഥിക്ക് സംഭവിച്ചത്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി വേണം എന്നതാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടപടി എടുക്കുന്നത് വരെ സമരം തുടരും എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം എന്നുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഗേറ്റിന് പുറത്ത് ഈ സെക്രട്ടറിയുടെ വാഹനം തടയുകയാണ്. അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കില്ല എന്നതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. പോലീസും അടുത്തേക്ക് നീട്ടാൻ പറ്റുമെങ്കിൽ എന്താണ് അവർ പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. എന്താണ് സെക്രട്ടറിയോട് പറയുന്നത്? കുഴപ്പമുണ്ടോ? ഞാൻ കുഴപ്പമില്ല. ഡോക്ടർ അരുൺ, ഇപ്പോൾ സെക്രട്ടറി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. ആ സമയം ഈ സെക്രട്ടറി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. ക്യാമ്പസിനകത്തേക്ക് നടന്നു പോകാനുള്ള ശ്രമമാണ്. സെക്രട്ടറിയെ കൂകി വിളിക്കുകയാണ് വിദ്യാർത്ഥികൾ. കൂകി വിളിച്ചാണ് അദ്ദേഹത്തെ ഈ ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ ഇവർ അനുവദിക്കുന്നത്.
റംഷ, എന്താണ് സംഭവിക്കുന്നത്? സെക്രട്ടറി ക്യാമ്പസിനുള്ളിലേക്ക് കയറിപ്പോയോ? സെക്രട്ടറി ക്യാമ്പസിനകത്തേക്ക് കയറിപ്പോവുകയാണ്. പക്ഷേ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ എല്ലാം തടിച്ചുകൂടി നിൽക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത്. നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് സെക്രട്ടറിയെ അകത്ത് കയറ്റാൻ സമ്മതിക്കില്ലേ? തീരുമാനം എന്താ? ഞങ്ങളുടെ കറക്റ്റായിട്ടുള്ള തീരുമാനം വരുന്നവരെ ഞങ്ങൾ സമരത്തിലേക്ക്. എന്താ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു സമരം എന്നതാണ് അവർ ചോദിക്കുന്നത്. അന്ന് സമരം ചെയ്തല്ല, ആരെയും സസ്പെൻഡ് ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അന്ന് അവരത് അംഗീകരിച്ചു. പക്ഷെ ഇന്നലെ പാതിരാത്രിക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അവരത് സിക്ക് റൂം തരുമെന്നുള്ളൊരു ഇതിലാക്കി തീർത്തിട്ടുണ്ട്. എക്സ്ട്രാ സിക്ക് റൂംസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, അതായത് എക്സ്ട്രാ സിക്ക് റൂംസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. നമ്മളെ സസ്പെൻഡ് ചെയ്തെന്നുള്ളൊരു ആവശ്യം വെച്ചപ്പോൾ അവരത് അന്ന് അംഗീകരിച്ചിട്ട് ഇന്നലെ പോസ്റ്റ് ഇട്ടതിൽ നമുക്ക് സിക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു വേറൊരു ആവശ്യമാണ് അവർ തന്നേക്കണത്. അതുപോലെ ഇയർ ബാഗ് സിസ്റ്റം എടുത്ത് കളയുന്ന ഇപ്പോഴും മെൻഷൻ ചെയ്തിട്ടില്ല. ഇയർ ബാഗ് സിസ്റ്റം എടുത്ത് കളഞ്ഞു എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതായത് KTU എന്താണോ തീരുമാനിച്ചത് അതുപോലെ ഇനി ക്യാമ്പസിലും തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്.